മാസാവസാനമാകുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ കുറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് കാലിയാകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ. അപ്പോൾ സാലറി ക്രെഡിറ്റ് ആവുന്ന ടൈമിൽ നമുക്കുണ്ടാവുന്ന ആ ത്രില്ലൊക്കെ നമ്മുടെ ഒരു കുറച്ച് മൈൻഡ്ലെസ് സ്പെൻഡിങ് ഒക്കെ കാരണം കുറച്ചാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആ ത്രില്ലൊക്കെ പോയി കിട്ടും. എന്നിട്ട് മാസം അവസാനം ആവുമ്പോഴായിരിക്കും നമ്മുടെ പേഴ്സ് കാലിയായത് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാസം നമ്മൾ ചെയ്ത കുറച്ച് മോശം ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ പറ്റിയിട്ടൊക്കെ അന്നപ്പോൾ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മണി മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യലിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു സെക്യൂർ ഫീൽ ഉണ്ടാകാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി നിങ്ങൾ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും നിങ്ങളുടെ ക്യാഷ് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ടിപ്സ് ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഗ്രോ മലയാളം ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇറ്റ്സ് മീ റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിഷനെ പറ്റിയിട്ട് ഒരു സെക്യൂർ ഫീലിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സജഷൻസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങളുടെ സാലറി എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് സേവ് ചെയ്തിട്ടോ. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഫിനാൻസ് റിലേറ്റഡ് ഒരുപാട് നല്ല ക്വാളിറ്റി വീഡിയോസാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതൊന്നും നിങ്ങൾ മിസ്സാക്കണ്ട. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാഷിൻ്റെ കേസിലും വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് ഇത്ര ഒരു കാലം കഴിയുമ്പോൾ, അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അരവർഷം ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം ആവാം, എന്തോ ആകാം. അപ്പം നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത ടൈമിലേക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ ഫസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇപ്പം ഇനി നിങ്ങളിപ്പോൾ ഒരു മണി മാനേജ്മെൻറ്റിലേക്കൊക്കെ ഒരു പുതിയ ആളാണെങ്കിൽ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. ഒന്ന് നമുക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിലേക്ക് കുറച്ച് മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസിന് വേണ്ടിയിട്ട് നമുക്ക് പല അസറ്റ് ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ഇടാം, കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് തവണയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഒന്നും മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ ഡിസ്കറേജ്ഡ് ആവരുത്. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഓരോ തെറ്റുകളിൽ നിന്നാണ് ഓരോ പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ പവർ എന്നൊക്കെ പറയുന്നത് അത് വേറെ തന്നെയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല മേഖലയിൽ നിങ്ങളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നിങ്ങളിപ്പോൾ റെൻറ്റ് പേ ചെയ്യുന്നുണ്ടാവും, മക്കളുടെ എഡ്യൂക്കേഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്യുന്നുണ്ടാവും, ലോൺ EMI ഇൻട്രസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക്, പിന്നെ ട്രാവൽ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ആക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ക്യാഷ് മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, ഇത് അക്കൗണ്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് വർക്ക് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പം ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സേവിങ് എബിലിറ്റി ചിലപ്പോൾ കുറച്ച് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇമ്പോസിബിൾ ബഡ്ജറ്റ് ആയിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം മൊത്തം എല്ലാ ദിവസവും ജിമ്മിൽ പോകണം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് മടി വരുവാണ്, അതോടെ നിങ്ങളുടെ പ്ലാൻ മൊത്തം തെറ്റി അല്ലേ. സോ ഈ ഒരു റിസ്ക് നമ്മുടെ ബഡ്ജറ്റിങ്ങിലും ഉണ്ട് നമുക്ക്. പക്ഷേ അതോർത്ത് നിങ്ങളിപ്പോൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അതായത് ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിളാണ്, നിങ്ങളത് ഓവർ കോംപ്ലിക്കേറ്റ് ആക്കാതെ ഇരുന്നാൽ മതി. 50-30-20 ബഡ്ജറ്റിംഗ് റൂള് നിങ്ങൾ ഫോളോ ആക്കിയാൽ മതി. അപ്പം എന്താണ് 50-30-20 റൂൾ എന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ ഈ റൂള് പ്രകാരം നമ്മുടെ സാലറിനെ നമ്മൾ 3 പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സാലറിയുടെ 50% നിങ്ങളുടെ നീഡ്സിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ഇപ്പോൾ നീഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെൻറ്റ്, ഗ്രോസറി ഒക്കെ വരും. ഇനി 30% വന്ന് നിങ്ങളുടെ വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങുക, അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് വരുന്നത്. ഇനി 20% നിങ്ങൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾ മാറ്റി വെക്കണം.
സോ നിങ്ങൾ ഈ റൂൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. അതായത് നിങ്ങളുടെ സാലറിയുടെ 30% കൂടുതൽ നിങ്ങൾ വാൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്കൊന്ന് ബാക്ക് ടു നോർമൽ ആക്കി എടുക്കാൻ വീണ്ടും ടൈം എടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ത്രൂ പറയാം, അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ടോട്ടൽ ആഫ്റ്റർ ടാക്സ് ഇൻകം നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങളുടെ ടോട്ടൽ ആഫ്റ്റർ ടാക്സ് ഇൻകം വരുന്നത് 50,000 പെർ മന്ത് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പേ ചെയ്യുന്ന റെൻറ്റ്, ലോൺ EMI, പിന്നെ മക്കളുടെ സ്കൂൾ ഫീസ്, അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും ഓരോന്നായിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ റെൻറ്റിന് ഇപ്പോൾ 8,000 രൂപ നിങ്ങൾക്ക് വരുന്നുണ്ട്, ലോൺ EMI ഒരു 10,000 രൂപ നിങ്ങൾ അടയ്ക്കുന്നുണ്ട്, പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഒരു 5,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ ഓരോന്നും നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത എക്സ്പെൻസുകളെ നിങ്ങൾ ഫിക്സഡ് എക്സ്പെൻസ് അതുപോലെ തന്നെ വേരിയബിൾ എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ആ പേര് തന്നെയുണ്ട്, ഫിക്സഡ് ആണ്. അതായത് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ആകും ആ ഒരു എക്സ്പെൻസിന് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ് 8,000 രൂപയാണ് നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ലോൺ EMI ഒരു 10,000 രൂപയാണ് മന്ത്ലി നിങ്ങൾ പേ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 18,000 രൂപയായിരിക്കും നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് വരുന്നത്. ഇനി വേരിയബിൾ എക്സ്പെൻസ് പറഞ്ഞാൽ അത് ഓരോ മാസം ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് അത് ഓരോ മന്തും ഡിഫറൻ്റ് ആയിരിക്കും. ഈ മാസം 5,000 രൂപയാണ്. അപ്പോൾ 5,000 രൂപ നിങ്ങളുടെ വേരിയബിൾ എക്സ്പെൻസ് ആണ്. ഇനി ഓരോ എക്സ്പെൻസുകളുടെ അവിടെ ആവറേജ് മന്ത്ലി കോസ്റ്റുകൾ മനസ്സിലാവുക. അതായത് ഇപ്പോൾ ചില കാറ്റഗറിയിലൊക്കെ നമുക്ക് ഓരോ മന്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇവിടെ ആവറേജ് മന്ത്ലി കോസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് നിങ്ങളുടെ 3 മാസത്തെ നിങ്ങളുടെ സ്പെൻഡിങ് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നിങ്ങളുടെ ഇൻകത്തേക്കാളും കൂടുതലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്യണം. ഇനി അടുത്ത് വരുന്നതാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സാലറി കിട്ടുമ്പോഴേക്കും സ്പെൻഡ് ചെയ്യാൻ അങ്ങ് തുടങ്ങണം എന്നല്ല. അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സേവ് ചെയ്യാൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ആദ്യം അങ്ങ് മാറ്റി വെക്കുക. അതായത് നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ വെൽബീന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ റോബർട്ട് T. കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഈ ഒരു ബുക്കിൽ നിന്നാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും പോപ്പുലർ ആകുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പം നിങ്ങളിപ്പം സാലറി കിട്ടി നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളിപ്പോൾ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് SIP നിങ്ങൾ സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസിംഗ് ലോൺ ഒക്കെ നിങ്ങൾക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഡെറ്റ് നിങ്ങൾ പേ ഓഫ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പേ യുവർ സെൽഫ് ഫസ്റ്റ് റൂൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇനി 4th വൺ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പല ഗോൾസ് ഉണ്ടാവും, അതും പല ടൈം ഫ്രെയിമിലേക്കായിരിക്കും നിങ്ങൾക്ക് ആ ഗോൾസ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം ഗോൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് FDയിൽ ഇടാം, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇടാം. ഇനി നിങ്ങൾക്ക് ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാനുള്ള ഗോൾസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഒരു കാറ് വാങ്ങുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ഹൈബ്രിഡ് ഫണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിൻ്റെ ഫോക്കസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ ഏർലി റിട്ടയർമെൻ്റ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു PPF സ്റ്റാർട്ട് ചെയ്യാം, അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം ELSS നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് നമ്മുടെ ഗോൾ അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്കൊരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോളാണുള്ളത്. അതായത് ഒരു ഹോളിഡേക്ക് ഫോറിൻ ട്രിപ്പ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു മീഡിയം ടേം ഫിനാൻഷ്യൽ ഗോളാണുള്ളത്. ലൈക്ക് ഇപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നാണ് നിങ്ങളുടെ ഗോള്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ട്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് ആണുള്ളത്. ലൈക്ക് ഇപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ച് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം അല്ലെങ്കിൽ PPFലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി 5th വൺ വരുന്നത് നിങ്ങളുടെ ഡെറ്റ്സ് നിങ്ങൾ പേ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള ലോണുകളുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ഗുഡ് ലോണും ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് ലോണും ഉണ്ട്. പക്ഷേ ഈ ലോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് മൊത്തം തെറ്റിക്കും. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും അതിൻ്റെ സ്ട്രെസ് എല്ലാം കൂടി നമ്മളെ അങ്ങ് തിന്ന് തീർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേമിൽ തന്നെ നിങ്ങളുടെ ഡെറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഓട്ടോമേറ്റഡ് പേയ്മെൻറ്റ്സ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ലോൺ EMI നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രഷർ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഒരു കടക്കണിയിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഇൻട്രസ്റ്റ് ലോണായ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോണ് അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഗുഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ ഒരു ഗുഡ് ലോൺ ആണ്. അതായത് ഈ ഒരു ലോൺ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കരിയർ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി കാർ ലോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാറ് വാങ്ങാനും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സാധിക്കും.
ഇനി ഹോം ലോൺ എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെക്യൂർ റൂഫിൻ്റെ കീഴിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി ബാഡ് ലോൺസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു വെക്കേഷൻ പോകാൻ വേണ്ടി ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊരു ഹൈ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. അത് അൾട്ടിമേറ്റ്ലി നമ്മളൊരു കടക്കെണിയിലേക്ക് എത്തിക്കും. ഇനി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങുവാണ്. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതും അൾട്ടിമേറ്റ്ലി നമ്മളൊരു കടക്കെണിയിൽ എത്തിക്കും. ഇനി 6th വൺ എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എക്സ്പെൻസ് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് വന്നാൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ തകിടം മറിക്കും അല്ലേ? അപ്പോൾ ഇവിടെയാണ് എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം നിങ്ങളൊരു കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കെട്ടാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഐഡിയലി നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇനിയിപ്പം നിങ്ങളുടെ ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടും നിങ്ങൾ കൂട്ടണം. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഈ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് പേ യുവർ സെൽഫ് ഫസ്റ്റ്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു എമൗണ്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ എമർജൻസി ഫണ്ടും സേവിങ്സും കൂടി നിങ്ങൾ മിക്സ് ചെയ്തത്, അതായത് ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ഫണ്ട് നിങ്ങൾ തൊടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി നിങ്ങൾ ചെയ്ത എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്ക് FDയിലേക്ക് ഇടാം, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സിലേക്ക് ഇടാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇടാം. ഇനി 7th വൺ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വേഴ്സ് സിറ്റുവേഷൻ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വരുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ വരുമാനമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. ഇങ്ങനൊരു കേസിൽ നിങ്ങളുടെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേം ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. അതും ഒരു പ്യുവർ പ്രൊട്ടക്ഷൻ പോളിസി തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ലൈഫ് ഇൻഷുറൻസ് പ്ലാനിനെ വെച്ച് നോക്കുമ്പോൾ ലോവസ്റ്റ് പ്രീമിയത്തിൽ കിട്ടുന്ന പ്ലാനാണ്. അപ്പോൾ പോളിസി പീരീഡിൽ പോളിസി ഹോൾഡർ മരിക്കുകയാണെങ്കിൽ ബെനിഫിഷ്യറിക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പ്ലാനിൽ സർവൈവൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതുപോലെ തന്നെ ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ, അത് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിനെയും ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യും, അതായത് എമർജൻസി ഹോസ്പിറ്റലൈസേഷനിലൊക്കെ. അപ്പം പ്രാക്ടിക്കലാണ്, അതുപോലെ തന്നെ റിസ്ക് ഒന്നുമില്ല അല്ലേ? അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയാസ്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളൊക്കെ സാലറി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ അവരെ ക്യാഷ് അല്ലെങ്കിൽ സാലറി ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആകും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കൊരു പുതിയ യൂസ്ഫുൾ ക്വാളിറ്റി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ഹാപ്പി പ്ലാനിങ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.